Hello guys, welcome to Bar Shots. This is a series of CSCR previous year questions, 1 minute, 1 question. So the question here is, which one of the following option best represent cholesterol distribution as a percentage of total membrane lipid in a typical animal cell? ആനിമൽ സെല്ലിലെ ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇതിൽ ഏതിലാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു ലിപ്പിഡ് കമ്പോണൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതിൽ നമ്മുടെ ബോഡിയിലെ ഹെൽപ്ഫുൾ ആവുന്നത് മെയിൻലി ഫ്ലൂയിഡിറ്റി, സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ നമ്മുടെ പെർമിയബിലിറ്റി എല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഈ കൊളസ്ട്രോളിൻ്റെ ആവശ്യകത. അപ്പോൾ ദ പെർസെൻറ്റേജ് ഓഫ് കൊളസ്ട്രോൾ പ്രസൻറ്റ് ഇൻ അവർ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഈ പ്ലാസ്മ മെമ്പറയിലാണ്. നിങ്ങൾക്കറിയാം ഓൾമോസ്റ്റ് 20-25% കൊളസ്ട്രോൾ കൂടുതലുള്ളത് പ്ലാസ്മ മെമ്പറയിലാണ്. അതിനുശേഷമാണ് ഓർഗനൽസിൽ വളരെ കുറച്ചാണ് ഈ പറയുന്ന കൊളസ്ട്രോൾ കാണപ്പെടുന്നത്. ബിക്കോസ് പ്ലാസ്മ മെമ്പറൈൻ എന്ന് പറയുമ്പോൾ ഹൈലി പെർമിയബിൾ ആണ് most of the components but less permeable. Permeability അത് റെഗുലേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് പ്ലാസ്മ മെമ്പറൈൻ. അപ്പോൾ 20-24% ലിപ്പിഡ് ഡ്രാഫ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൊളസ്ട്രോൾ പ്രസന്റ് ആയിട്ടുള്ള സ്ഥലമാണ് പ്ലാസ്മ മെമ്പറൈനിൽ. അപ്പോൾ ബാക്കി ഉള്ള പെർസെൻറ്റേജ് കൂടുതലുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലൈസോസോമൽ മെമ്പറൈനിൽ ഓൾമോസ്റ്റ് 10-15% കാണപ്പെടുന്നുണ്ട്. അതിനുശേഷം സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലാണ് ഓൾമോസ്റ്റ് 5-10%. ഏറ്റവും ലീസ്റ്റ് എമംഗ് ദിസ് എന്ന് പറയുമ്പോൾ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ ആണെന്ന് ഓർത്തിരിക്കുക. അതിൽ ജസ്റ്റ് 1-2% ആണ്. കാരണം മൈറ്റോകോൺഡ്രിയൽ അധികം പെർമിയബിലിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ടും ഇതിൻ്റെ കൊളസ്ട്രോളിൻ്റെ ലെവൽ വളരെ കുറവാണ്. ഇതിലും കുറച്ചുകൂടി കൂടുതൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലാണ് ഓൾമോസ്റ്റ് 5-10% ആണ്. കാരണം അവിടെയാണ് ഈ പറയുന്ന ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ സിന്തസിസും അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കുറച്ചുകൂടി പെർമിയബിൾ ആവണം മെംബ്രെയിൻ. ലൈസോസോമിൽ ഇതുപോലെ തന്നെ അത് കുറച്ചും കൂടിയും വേറെ കമ്പോണൻസിനെ പെർമിയബിലിറ്റി കൂടുതലാണ്. കാരണം അതിൻ്റെ ബ്രേക്ക് ഡൗൺ സൂയിസൈഡൽ ബാഗ് ആണ്. അപ്പോൾ കുറച്ചുകൂടി പെർമിയബിൾ ആവണം. അപ്പോൾ ആൻസർ എങ്ങനെയാണ്? ആദ്യം പറയുന്നത് നമ്മുടെ പ്ലാസ്മ മെമ്പറൈൻ വരും, അതിനുശേഷം ലൈസോസോമൽ മെമ്പറൈൻ വരും, പിന്നെ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, then inner mitochondrial membrane. So this is about this question. So stay tuned for further more questions. Bye.